ഓണം പ്രമാണിച്ച് അടുത്തുള്ള സ്റ്റുഡിയോയിൽ പോകാതിരുന്നത് എങ്ങനെയാണ്? ഞാനും ദേവയും അച്ഛനും കൂടെ എന്തായാലും ഒന്ന് പോകാമെന്ന് കരുതി. ചെന്നപ്പോൾ 8:30-9 മണിയായി. ലേഡി സ്റ്റാഫ് എല്ലാം ഇറങ്ങി. എന്നാലും അതിൻ്റെ അകത്ത് കുതിരയെടുക്കാൾ ആളുണ്ടായിരുന്നു. എങ്ങനെയാണ് ഞങ്ങൾ കയറി പറ്റിയപ്പോൾ എല്ലാം വാരി വലിച്ചിട്ടേക്കുവാണ്. എന്നാലും നമുക്കുള്ളത് അവിടെ തന്നെ കാണും. വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഒരു ചെരുപ്പ് വാങ്ങാമെന്ന ആലോചനയാണ്. ചെന്ന് കയറിയപ്പോൾ തന്നെ എനിക്ക് ഈ ചെരുപ്പ് ഇഷ്ടപ്പെട്ടു. എന്നാലും ഫസ്റ്റ് വന്ന ഉടനെ തന്നെ ഈ ചെരുപ്പ് എടുക്കുന്നത് അത്ര നല്ലതല്ലല്ലോ. ഒന്ന് കറങ്ങി തിരിഞ്ഞ് നോക്കാമെന്ന് കരുതി. അങ്ങനെ ഈ കിടക്കുന്ന ചെരുപ്പൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് അവരെല്ലാ കളക്ഷനും വാരി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമല്ല എല്ലാ ചെരുപ്പുകളും ആളുകൾ പറക്കി താഴെ ഇട്ടിട്ടുണ്ട്. ഏതൊക്കെ എടുക്കണം എവിടെയൊക്കെ വെക്കണമെന്ന് തന്നെ ഒരു നിശ്ചയമില്ലാത്ത അവസ്ഥയായിപ്പോയി. പക്ഷേ എനിക്ക് ഈ ചെരുപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിൻ്റെ സൈസ് എനിക്ക് ചെറുതായിരുന്നു. വീണ്ടും അങ്ങനെ ഞാൻ ഒന്ന് കറങ്ങി തിരിഞ്ഞ് നോക്കി. ഇന്ന് 399 രൂപയ്ക്കൊക്കെ ഈ ഷൂ നല്ല രസമുണ്ട്, നല്ല ലാഭവുമാണ് കേട്ടോ. ചെരുപ്പ് വാങ്ങാൻ വന്ന എൻ്റെ കണ്ണുകൾ പിന്നെ ഡ്രസ്സിലേക്കായി. എല്ലാം ചുറ്റി നടന്ന് നോക്കുവാണ്. നമുക്ക് അഫോർഡബിൾ റേറ്റ് ആയതുകൊണ്ട് ഏതെങ്കിലും ഒരെണ്ണം എടുക്കാതെ വരുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഞാനും നോക്കി അവസാനം എനിക്ക് ഒരെണ്ണം കിട്ടി. വെസ്റ്റേൺ ടൈപ്പാണ് കൂടുതലും. ഓണം പ്രമാണിച്ച് വെസ്റ്റേൺ ടൈപ്പ് അത്ര സൂട്ടാവില്ലല്ലോ. അങ്ങനെ ഞാൻ നോർമൽ ടോപ്പാണ് വാങ്ങിയത്. 399 രൂപയ്ക്കാണ്. പിന്നെ അച്ഛന് 3 ടീഷർട്ടും വാങ്ങി. അച്ഛന് നടക്കാൻ പോകാനായിട്ട് 199 രൂപയ്ക്ക് നല്ല ക്വാളിറ്റിയിലാണ് ടീഷർട്ട് ഉള്ളത്. പിന്നെ ദേവയാണ് ഞങ്ങൾ നോക്കിയത്. ഞങ്ങൾ അവിടുത്തെ വാച്ച്മാൻ ചേച്ചി ഏൽപ്പിച്ചിട്ടാണ് വന്നത്. അവൻ അവിടെ ഓടി തകർക്കുവാണ്. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് ഒത്തിരി അഫോർഡബിൾ ആയിട്ടുള്ള ടീഷർട്ട്സും ഷർട്ട്സും ഒക്കെ വന്ന് കിടപ്പുണ്ട്. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് അവരുള്ള കളക്ഷൻസ് എല്ലാം വാരിയിട്ടിട്ടുണ്ട്. അതിനൊത്ത ആളും ഉണ്ട് കേട്ടോ. ആഹാ, അങ്ങനെ ദേവയെ കൈ കിട്ടി. ദേവ അവിടെ ഒരു പ്ലേ ഗ്രൗണ്ട് ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. നോക്കിയപ്പോൾ വേറൊരു ഗേൾ ഫ്രണ്ടും ഉണ്ട്. തകർത്ത് മേയുവാണ്. ദേവയെ ഇനി അടിച്ചിട്ട് കുളിപ്പിച്ചേ പറ്റത്തുള്ളൂ. നല്ല തിരക്കായതുകൊണ്ട് അച്ഛനെ ഞാൻ ക്യൂവിലാക്കിയിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് കറങ്ങാമെന്ന് വെച്ചു. സ്റ്റുഡിയോയിൽ വന്നിട്ട് വെസ്റ്റേൺ ടൈപ്പ് നോക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് അവരെല്ലാ കളക്ഷനും വാരിയിട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടെ ക്യാഷ് ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു വിധം 2-3 വാങ്ങിയേനെ. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അഫോർഡബിൾ റേറ്റും ആയിരുന്നു. അച്ഛൻ പറഞ്ഞതാണ് എടുക്കാൻ. പിന്നെ ഞാൻ വിചാരിച്ചു ഓണം പ്രമാണിച്ച് ഒത്തിരി ഡ്രസ്സായി, പിന്നെ ഇതിൻ്റെ ആവശ്യം കൂടെ ഉണ്ടോ? എന്തായാലും സ്റ്റുഡിയോ ഇവിടെ തെറ്റുണ്ട്, എപ്പോഴും നമുക്ക് വരാമല്ലോ. ഇത് പിന്നെ ദേവ എടുത്ത ക്ലിപ്പാട്ടോ. ദേവയാണ് കേട്ടോ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അതിൻ്റേതായ ഒരു പോരായ്മ ഈ വീഡിയോയ്ക്കുണ്ട്. ഈ ക്യൂ കാണുമ്പോഴാണ് ഒന്നും കൂടി ഒന്ന് കറങ്ങിയിട്ട് വന്ന് നിൽക്കാമെന്ന് വിചാരിക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പേസിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ ദേവി എന്തോ എടുത്തുകൊണ്ട് തന്നു. വേറൊന്നുമല്ല, സൺസ്ക്രീൻ വൈപ്സ് ആണ്. ഒരു കാശിനും കൊള്ളത്തില്ല കേട്ടോ. പിന്നെ ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് ലിപ്സ്റ്റിക്കിൻ്റെ അടുത്തേക്ക് എത്തി. ലിപ്സ്റ്റിക്കിൻ്റെ അടുത്താണെങ്കിൽ നമ്മുടെ കയ്യിലും കാലും എല്ലാം പറ്റും. ആളുകൾ അവിടെ എവിടെയും തേച്ച് പിടിച്ചിട്ട് പോയി. അമ്മയ്ക്ക് ലിപ്സ്റ്റിക്ക് ഇടാമെന്നും പറഞ്ഞ് ദേവ എവിടെ നിന്ന് ഒരു സാധനം എടുത്തുകൊണ്ട് വന്ന് എൻ്റെ തേച്ച് തരികയാണ്. അങ്ങനെ ഞങ്ങൾ നിരങ്ങി എന്തായാലും ബിൽ പേയ്മെൻറ്റിൽ എത്തിയിരിക്കുകയാണ്. 3000 രൂപയ്ക്ക് എന്തോ വാങ്ങിയെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. ദേവയ്ക്കാണ് കേട്ടോ ഏറ്റവും കൂടുതൽ വാങ്ങിയത്. വീട്ടിൽ ഇടാനായിട്ടുള്ള ടീഷർട്ടും അതും ഇതുമൊക്കെ. അതിൻ്റെ ഇടയിൽ അവൻ അങ്കിളുമാരെല്ലാം പെർഫ്യൂം അടിച്ചിട്ട് മണത്ത് നോക്കുന്നു, ഞാനും ചെയ്യട്ടെ എന്ന്. അങ്ങനെ അതും കഴിഞ്ഞ് എത്തിയപ്പോൾ ലൈറ്റെല്ലാം ഓഫായി കേട്ടോ. അങ്ങനെ സ്റ്റുഡിയോ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. ടാറ്റാ ബൈ ബൈ, സി യു. എല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.